ഹലോ ഗൈസ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡൈജഷൻ ഓഫ് ഫുഡിനെ കുറിച്ചാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ നടക്കുന്ന ഡൈജഷനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മൗത്തിൽ നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്, അതുപോലെ തന്നെ ഡീഗ്ലൂട്ടീഷനെ കുറിച്ചൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പഠിച്ച് നമ്മളിപ്പം സ്റ്റൊമക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൊമക്കിന്റെ അനാട്ടമി നമ്മൾ മുന്നേ സെപ്പറേറ്റ് പഠിച്ചതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം, നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോവാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് നമ്മുടെ മിക്സിംഗ് മൂവ്മെൻറ്റ്സ്. ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് നമ്മുടെ സ്റ്റൊമക്കിലും നടക്കുന്നുണ്ട്. അപ്പം മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മിക്സിംഗ് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിയ ഫുഡിനെ ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് നല്ല രീതിയിൽ മിക്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ചേണിങ് മൂവ്മെൻറ്റ്സ്. അത് ആക്ച്വലി എന്ത് തന്നെയാണ്? പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് തന്നെയാണ്. ഏതൊക്കെ ഗ്ലാൻസ് ആണ് നമുക്ക് സ്റ്റൊമക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് 3 ടൈപ്പ് ഗ്ലാൻസ് സ്റ്റൊമക്കിൽ കാണാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തെ ആളാണ് മ്യൂക്കസ് നെക്സൽ. മ്യൂക്കസ് നെക്സൽ ഇവന്റെ പരിപാടി എന്ന് പറയുന്നത് എന്താ? ഈ സെല്ലുകളാണ് നമ്മുടെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. സോ മ്യൂക്കസ് നെക്സൽ സെക്രീറ്റ് മ്യൂക്കസ്. ഇനി രണ്ടാമത്തെ ഗ്ലാൻഡിന്റെ പേരെന്താണ്? ചീഫ് സെൽ അല്ലെ? ചീഫ് സെൽസ് ഓർ പെപ്റ്റിക് സെൽസ്. ചീഫ് സെൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? പെപ്റ്റിക് സെൽസ് എന്ന് നമ്മൾ വിളിക്കും. എന്താണ് ഇവന്റെ ഫംഗ്ഷൻ? അവന്റെ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് എളുപ്പം ഊഹിച്ചെടുക്കാം അല്ലെ? ഇവന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? എന്താണ് അവൻ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈം എന്നുള്ളത്? എന്താണ്? പെപ്സിനോജൻ. ഈ പെപ്സിനോജൻ എന്ന് പറയുന്നത് പ്രോ എൻസൈം ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രോ? മീൻസ് മുന്നേ. അപ്പം എൻസൈമിന് മുന്നേ ഇരിക്കുന്ന ഒരു എൻസൈമാണ് നമ്മുടെ പെപ്സിനോജൻ. അതായത് അവൻ ആക്റ്റീവ് ഫോം അല്ല, ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് പെപ്സിനോജൻ. അവനെ കൊണ്ടൊന്നും സാധിക്കില്ല, പക്ഷേ ഇവനിൽ നിന്നും ഉണ്ടായി വരുന്ന ആളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നർത്ഥം. സോ പെപ്സിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോം ആണ്. ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനോജൻ എന്തായിട്ട് മാറും? ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടും? നമുക്കറിയാം, നമ്മുടെ HCl എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അവനാണ് ഇവിടുത്തെ വില്ലൻ. അവനാണ് എന്ത് ചെയ്യുന്നത്? ഈ പെപ്സിനോജനെ പിടിച്ചിട്ട് പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്ത് വിടുന്നത്. സോ പെപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെപ്സിൻ ബൈ HCl. HCl ആണ് ആ കളി കളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ആളെ പേരെന്താണ്? പെറൈറ്റൽ അല്ലെ? പെറൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽസ്. അപ്പോൾ എന്താണ്? പെറൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നത് പെറൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽസ് ആണ്. ഓക്സിൻറ്റിക് സെൽസ്. അപ്പം HCl മാത്രമാണോ ഇത് സെക്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, വേറൊരു സബ്സ്റ്റൻസ് കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്ടറാണ്, ഇൻട്രിൻസിക് ഫാക്ടർ. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻട്രിൻസിക് ഫാക്ടർ. അപ്പം ഈ ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? അവനാണ് നമ്മുടെ സൈനോകൊബാളമൈൻ പോലെയുള്ള വൈറ്റമിൻ B12. എന്താണ്? വൈറ്റമിൻ B12. അപ്പം വൈറ്റമിൻ B12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ സൈനോകൊബാളമൈൻ. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അപ്പം ആ വൈറ്റമിൻ B12നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് നമ്മുടെ ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ചങ്ങാതി. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പം ഈ 3 ടൈപ്പ് സെല്ലുകളാണ്, ഈ 3 ടൈപ്പ് ഗ്ലാൻഡുകളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? നമ്മുടെ സ്റ്റൊമക്കിൽ കാണാൻ പറ്റുന്നത്. പൊതുവേ നമ്മൾ ഇവരെ 3 പേരെയും വിളിക്കുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്നാണ്. എന്താ വിളിക്കുക? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. അപ്പം ഈ മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെയുള്ള 2 ആൾക്കാരും ഭീകരന്മാരാണ്. ഒന്ന് വന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, 2 വന്നിട്ട് നമ്മുടെ പെപ്സിൻ. 2 ആളും പ്രശ്നക്കാരാണെന്ന് പറയാൻ കാരണം ഇവരെന്താ ചെയ്യുക? ഇവർ കൊറോസീവ് ഏജന്റ് ആണ്. നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ എപ്പിത്തീലിയൊക്കെ എന്ത് ചെയ്യും? ഇത് കാർന്ന് തിന്നും. നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. അപ്പം ഈ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, മസ്കുലാരിസ് എന്ന് പറയുന്ന മസ്കുലാർ ലെയർ. മസിൽ മീൻസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ പെപ്സിൻ എന്ന് പറയുന്ന ആൾ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ആളല്ലേ? അവൻ എന്ത് ചെയ്യും? അവൻ വേണമെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിനെ വരെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. സോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മ്യൂക്കസ് നെക്സൽസ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മ്യൂക്കസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നത്. HCl ആണെങ്കിലും ഒട്ടും മോശക്കാരനല്ല, അവനും എന്ത് ചെയ്യും? ഒരു ഭാഗത്തുനിന്ന് കൊറോഡ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മ്യൂക്കസിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. മ്യൂക്കസ് മാത്രമല്ല ഇത് ചെയ്യുന്നത്, വേറെ ആരാണ്? നമ്മുടെ ബൈകാർബണേറ്റ് അയോണും ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം ബൈകാർബണേറ്റ്
കാർബണേറ്റ് അയോൺ ഇവിടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു റോളാണ് കളിക്കുന്നത്. സോ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് പെപ്സിനോജൻ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെപ്സിനോജനെ ആക്റ്റീവ് ഫോം, അതായത് പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും HCl-ന്റെ സാന്നിധ്യത്തിൽ. സോ അങ്ങനെയുള്ള പെപ്സിൻ എന്ന് പറയുന്നത് നല്ല ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. അപ്പം ഇവൻ എന്താ ചെയ്യുക, നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീൻസിനെ ഇവൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, പെപ്റ്റോൺസ്, പ്രോട്ടിയേസസ്, അതായത് നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീൻസിനെ നമ്മുടെ പെപ്സിൻ എന്ത് ചെയ്യും, പെപ്റ്റോൺസും പ്രോട്ടിയോസസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ പെപ്സിൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു ഒപ്റ്റിമം pH ഉണ്ട്. ആ pHലാണ് ഈ പെപ്സിൻ്റെ ആക്ഷൻ ഒപ്റ്റിമം ലെവലിലെത്തുന്നത്. നല്ല രീതിയിൽ ഇവൻ വർക്ക് ചെയ്യണമെങ്കിൽ 1.8 ആയിരിക്കണം അവിടുത്തെ pH. സോ നമ്മുടെ സ്റ്റൊമക്കിലെ pH എന്ന് പറയുന്നത് പെപ്സിന് ആക്ട് ചെയ്യാൻ പാകത്തിലുള്ള pH ആണ്. അത് വന്നിട്ട് 1.8 ആണ്. ഓക്കെ അല്ലേ? അപ്പം അതാണ് ഒപ്റ്റിമം pH. ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ബോളസ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 to 5 hours, 4 മുതൽ 5 മണിക്കൂർ വരെ അത് എവിടെ തങ്ങും, നമ്മുടെ സ്റ്റൊമക്കിൽ അത് തങ്ങും. അതായത് അത് 4 to 5 hours നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നതിന് ശേഷമാണ് അത് കൈമായിട്ട് മാറുന്നത്. അതായത് നമ്മുടെ സ്റ്റൊമക്കിലെ ഡൈജഷന് ശേഷം നമ്മൾ വീണ്ടും പേര് മാറ്റാൻ പോവാണ്. നേരത്തെ നമ്മൾ മൗത്തിലെ ഡൈജഷന് ശേഷം ബോളസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വിളിക്കുന്നത് കൈം എന്നാണ്. സ്റ്റൊമക്കിലെ ഡൈജഷന് ശേഷം ഫുഡിനെ നമ്മൾ എന്താ വിളിക്കുക, വി വിൽ കോൾ ദാറ്റ് കൈം. അപ്പോൾ നമ്മൾ സ്റ്റൊമക്കിൽ മെയിനായിട്ട് കണ്ട എൻസൈം എന്ന് പറയുന്നത് പെപ്സിൻ ആയിരുന്നു. ഈ പെപ്സിൻ കൂടാതെ റെന്നിൻ എന്ന് പറയുന്ന ഒരു എൻസൈമും അതുപോലെ തന്നെ ലിപ്പേസുകളും നമുക്ക് സ്റ്റൊമക്കിൽ കാണാനായിട്ട് സാധിക്കും. അത് നീറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈംസ് ചെറിയ തോതിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ റെന്നിൻ, RENNIN റെനിൻ കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RENN അത് അങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ കിഡ്നിയിലും റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ N മാത്രമേ കാണുള്ളൂ, RENIN റെനിൻ ആണ്. ഇവിടെ നമ്മൾ സ്റ്റൊമക്കിൻ്റെ കേസിൽ അത് RENNIN എന്ന് പറയുന്ന റെനിൻ ആണ്. ഇവൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫൻസിലാണ്, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളിലാണ്. അപ്പം അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ ഇവൻ്റെ റോൾ എന്താണ്, ഇവനാണ് നമ്മുടെ മിൽക്കിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. സോ മിൽക്കിലുള്ള പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റെനിൻ എന്ന് പറയുന്ന 2 N ഉള്ള ഈ എൻസൈമിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.